ഇപ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരു പരാതിയുടെ വിശദാംശങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം തന്നെ ആരോപിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ പോലീസിന് ആ പരാതി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് KPCC അറിയിക്കുന്നത്. ഇവിടെ ആദ്യം ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന റിനി ആൻഡ് ജോർജ് ആദ്യമായി തന്നെ വെളിപ്പെടുത്തിയത് കോൺഗ്രസ് പാർട്ടിയിലെ നിരവധി നേതാക്കളുടെ ഭാര്യമാരും പെൺമക്കളും ഇയാളുടെ ഈ തെറ്റായ കാര്യങ്ങൾക്ക് ഇരയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട്, ഇതിൽ നിരവധി ആളുകൾ ഇതുപോലെ വഞ്ചിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് താൻ ധൈര്യപൂർവ്വം ഇക്കാര്യം പറയാൻ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഘട്ടങ്ങളിലെല്ലാം ആ വ്യക്തിയെ പിന്തുണയ്ക്കുക മാത്രമല്ല, അയാളെ വളരെ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സംഘടിത പരിശ്രമം നടന്നത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ അതിനെ ആക്രമിക്കുന്നതിലുണ്ടായത്. ഇപ്പൊ ഈ പരാതി ആദ്യമായി കോൺഗ്രസ് നേതാക്കന്മാർക്ക് വന്നതല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് നിരവധി ആളുകൾ പരാതി നൽകിയെന്നുള്ളത് റിനി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവ് അടക്കം KPCC പ്രസിഡന്റ് അടക്കം അതിനോട് മുഖം തിരിഞ്ഞു നിന്നു. അവസാനം കോൺഗ്രസ് പാർട്ടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ നേതാക്കൾ ഇത്തരം ഏറ്റവും തെറ്റായ കാര്യങ്ങൾ ചെയ്താലും തങ്ങൾ അവരെ സംരക്ഷിക്കും, ഏതറ്റം വരെ പോകും. കോൺഗ്രസ് പാർട്ടിയുടെ അധികാരം ഉപയോഗിച്ചാണ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി ഉപയോഗിച്ചാണ്, MLA പദവി ഉപയോഗിച്ചാണ് വിവാഹം ഉറപ്പിക്കുന്നത്. ഒരാള് പദവിയിൽ എത്തിയതുകൊണ്ട് വിവാഹം ഉറപ്പിച്ചു, വേറെ പ്രത്യേകിച്ചൊരു തൊഴിലില്ല കൊണ്ട് വിവാഹത്തിന് സമ്മതമല്ല എന്ന് വീട്ടുകാർ പറയുമ്പോൾ അല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, ഇനി കല്യാണം കഴിക്കാവോ? കല്യാണം സമ്മതിപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ പുറത്തു പോയി ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ പോയ അനുഭവമാണ് ഇപ്പൊ ഈ 3 പേജുള്ള പരാതിയിൽ ഞെട്ടിക്കുന്ന അനുഭവമായി വന്നത്. ഇതാണ് കോൺഗ്രസ്. ഇതുപോലൊരു കാര്യം കേട്ടിട്ട് ആ ആളെ പിന്തുണയ്ക്കുക, എന്നിട്ട് സസ്പെൻഷൻ. എന്ത് സസ്പെൻഷൻ? ഒരു തട്ടിപ്പ്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേൾക്കുന്നു, ഇങ്ങനെ യാതൊരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ആ നിലയ്ക്ക് സത്യം മൂടിവെക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് താൻ ഈ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആർക്കൊക്കെ അയക്കാമോ? അത് സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ KPCC പ്രസിഡന്റിനോ അങ്ങനെ ആരെയൊക്കെ അറിയിക്കാമോ അവരെ എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ്, മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പോലും കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി സ്വയം ഒരു സത്യസന്ധത പുലർത്തണം. അതിലെ മഹിളാ നേതാക്കൾ 2-3 ആളുകൾ, ആ 2-3 ആളുകൾ ഇക്കാര്യത്തിൽ നടപടി എടുക്കുന്നതാണ് ശരിയെന്ന് വ്യക്തമാക്കുമ്പോൾ അവരെ കടന്നാക്രമിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ദീപാദാസ് മുൻഷി പോലും കേരളത്തിലെ ഏറ്റവും പരമോന്നത ചാർജുള്ള AICCയുടെ പ്രതിനിധിയാണ്. അവസാനം അവർ പ്രതികരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. കൈവിടാൻ എന്താ മടി? കൈവിടാൻ മടി എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ എന്നെ കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് നിങ്ങൾക്കെതിരായി പല ആയുധങ്ങളും എന്റെ കൈവശമുണ്ട് എന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്, അവരുടെ സ്ത്രീ വിരുദ്ധതയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കേസെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ക്രിമിനൽ കുറ്റം ആ പാർട്ടി ചെയ്തിരിക്കുന്നു, KPCC ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓഫീസാണ്. ആ പബ്ലിക് ഓഫീസിൽപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പരാതി ലഭിച്ചിട്ട് എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചില്ല? മറ്റു കോൺഗ്രസ് നേതാക്കളിൽ വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട VD സതീശൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്നതിൽ അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാം. നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഇത്രയും മിണ്ടാതിരുന്ന കാരണം എന്ത്? അത് കോൺഗ്രസ് പാർട്ടി ചെന്നപ്പെട്ട ദുരന്തമാണ്. പ്രതിപക്ഷ നേതാവിന് പോലും ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങളുടെ നിലപാടെടുത്ത് മുന്നോട്ട് പോയി രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായി തള്ളിപ്പറയാം. ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഡ്രൈവർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവാണ്, ഫെന്നി നയനാൻ. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളാണ്. ഈ പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ഇദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എങ്കിൽ അത് മറച്ചു വെക്കാൻ തയ്യാറാകുന്നവരും ഈ സംഘടനാ സംവിധാനത്തിനുള്ളിൽ തന്നെ നിൽക്കുന്നവരാണ്. പാലക്കാട് ഒരു നീലപ്പെട്ടി വന്നല്ലോ. നീലപ്പെട്ടി കൊണ്ട് ആരാ വന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ പോയല്ലോ. പാലക്കാടെന്ന് ഒരു 50 മീറ്റർ പോയിട്ട് വേറൊരു വണ്ടി കയറുന്നു, 1 കിലോമീറ്റർ പോയിട്ട് 3ാമത്തെ വണ്ടിയിൽ കയറുന്നു. അതയാളുടെ മിടുക്കാണെന്നാ പറയുക. ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒടുവിൽ പോയിരിക്കുന്നതാണ് 3 സംസ്ഥാനം വിട്ടിരിക്കുകയാണ്. മിടുക്കാണ്, നമുക്ക് മനസ്സിലായിട്ടില്ല.
ഒരു സംഘടനാ സംവിധാനം ഇല്ലാതെ ഇങ്ങനെ ഒളിവിൽ പോകാൻ പറ്റുമോ? എന്തൊരു സംഘടനാ സംവിധാനം, ഒരു ക്രിമിനൽ ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ ഒളിവിൽ പോകാൻ പറ്റുമോ? അടിമുട്ട് ക്രിമിനലായ ഒരാളാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. AICCയുടെ വയനാട് കണ്ടുകൊണ്ട് പോയിരിക്കുകയാണ്. ഇഷ്ടം പോലെ കാശാണ്, ലോകം മുഴുവൻ ഓടാം. വയനാട്ടിൽ പാവപ്പെട്ട മരിച്ചതിന്റെ പേരിൽ കോടികൾ പിരിച്ചിട്ട് ആ കാശ് മുഴുവൻ കൊണ്ട് തകർക്കുകയാണ്, തീർക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു, കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അങ്ങയുടെ രാഷ്ട്രീയ പ്രതികരണത്തിന്. കോൺഗ്രസ് പാർട്ടി ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് CPM-ന്റെ വലിയ വിമർശനം. ഈ പരാതി കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി കോൺഗ്രസിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് താൻ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന നിലയ്ക്കുള്ള പരാതി നൽകിയിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് കോൺഗ്രസ് അത് അറിഞ്ഞിരിക്കുന്നത്. അത് പരിശോധിക്കാമെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. ശേഷം സ്ഥിരീകരണം നൽകിയിരിക്കുന്നു. അത് DGP-ക്ക് പരാതി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കുന്നത്.